നമസ്കാരം. TCVയുടെ എല്ലാ പ്രേക്ഷകർക്കും പൂരം സന്ധ്യയുടെ മനോഹരമായ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഇനിയുള്ള 10 ദിനം. പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾക്കൊപ്പം പൂരവിശേഷങ്ങളുമായി നമ്മൾ യാത്ര ഒരല്പം ദൂരെ, അതായത് കുറച്ച് വേഗത്തിലൊന്ന് തുടങ്ങിയെന്ന് മാത്രം. അപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾ ഉണ്ടാവുക. എല്ലാ ദിവസവും പ്രേക്ഷകരുടെ സീറമുറിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾ ഈ പൂരം സന്ധ്യയിൽ ഈ പ്രദർശന നഗരിയിൽ ഞങ്ങളുണ്ട്. എങ്ങാനും ഇതിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിൽക്കുകയാണെങ്കിൽ ഒറ്റ വിളി വിളിച്ചേക്കുക, ഞാനൊന്ന് തിരിഞ്ഞ് നോക്കിയേക്കാം, ഓടി വരാം, വിശേഷങ്ങൾ പറയാം, കൈ നിറയെ സമ്മാനങ്ങൾ വാങ്ങി അങ്ങോട്ട് പോകാം. അപ്പോൾ TCVയുടെ പൂരം സന്ധ്യ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞേ. ഒന്ന് പറയിച്ചാ നമ്മൾ തുടങ്ങുമല്ലേ, ഈ വർഷത്തെ പൂരം അങ്ങോട്ട് തുടങ്ങാൻ പോവാ. അങ്ങനെ അപ്പോൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി ഒരുപാട് അതിഥികളിലേക്ക് നമ്മൾ വരുന്നു. പൂരം സന്ധ്യ 2025. അപ്പോൾ നമ്മൾ പൂരം സന്ധ്യ ആരംഭിക്കുകയാണ്. പൂരം സന്ധ്യയുടെ ആദ്യത്തെ ഒരു അതിഥിയെ നമുക്ക് കിട്ടുകയാണ്. വേറെ ഒരു അതിഥി അല്ല കേട്ടോ, ഗംഭീരനായ ഒരു അതിഥിയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ ആനച്ചന്തമാണ്. ആനച്ചന്തവും ആഗ്രഹിക്കുന്ന ധാരാളം ആസ്വാദകരുണ്ടാവും. ഒപ്പം തന്നെ പൂരം എന്ന് പറയുന്നത് ഒരു കടൽ പോലെയാണ്. ആസ്വാദനത്തിന് പല തലങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്ന ഭൂരിഭാഗം പേരും ഈ ആനയുടെ അടുത്ത് പോയി നിൽക്കുക, ആനയെ പറ്റിയെങ്കിലൊന്ന് തൊടാൻ പറ്റുക. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആനപ്പുറത്ത് കയറണമെന്നാണ്. ഞാൻ വൈകാതെ ഒരു ആനപ്പുറത്തൊക്കെ കയറാനുള്ളൊരു പരിശ്രമത്തിലൊക്കെയാണ്. അപ്പോൾ ആനയെ മേയിച്ച് നടക്കുന്ന ആനയുടെ സന്തത സഹചാരിയായ ഒരു വ്യക്തിയാണ് ചേരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു. നമ്മള് ആനപ്പാപ്പാൻ അങ്ങനെയല്ല, നമ്മള് ആനപ്പുറം ടീം. അതായത് നമ്മള് ഗജയുഗ ആനപ്പുറം ടീം തൃശ്ശൂർ. അതില് നമുക്ക് ഇഷ്ടമാതിരി കുറെ പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നമ്മ അടിപൊളി നല്ല ടീമുകളൊക്കെ. ജോലിയുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണ്? ഈ എത്ര മണിക്കൂറൊക്കെയാണ് ഇത്? നമുക്കിപ്പോൾ ജോലിയുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പല സമയങ്ങളുണ്ട്. പല അമ്പലങ്ങളിൽ പല സമയങ്ങളാണ്. അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ആനപ്പുറത്ത് കയറിയ ഒരു അഹങ്കാരം ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അഹങ്കരിക്കാൻ പാടില്ല. നമ്മളത് ആനയുടെ പുറത്ത് കയറുമ്പോഴത്തേക്കും എല്ലാ പൂരങ്ങളും കാണാൻ പറ്റും. നമ്മള് അങ്ങനെ ഒരു ഇതുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവും. ഒരു രസമാണല്ലോ അത്. എത്ര നാളായി ചേട്ടാ ഈ രംഗത്ത്? ഞാൻ പെരുമാട്ടൂർ ഉത്സവത്തിന് എൻ്റെ വീടിൻ്റെ അവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറക്കാണ് ആനപ്പുറത്ത് കയറി തുടങ്ങി. പിന്നെ നമ്മുടെ അവിടെ ഉള്ള ഒരു 2-3 ചേട്ടന്മാരുണ്ട്. രഞ്ജിത്ത്, പ്രശാന്ത്, കുഞ്ചി എന്നൊക്കെ പറഞ്ഞ ചേട്ടന്മാരുണ്ട്. അവരെ കൂടെ നമ്മളിങ്ങനെ ആനപ്പുറം കയറി. ഇപ്പോൾ അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നിർത്തി. കേരളത്തിൽ എവിടെ വരെ പൂരത്തിനൊക്കെ പോയിട്ടുണ്ട്? നമ്മൾ എറണാകുളം, കോട്ടയം, അങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെ തൃശ്ശൂർ, പാലക്കാട്, കുന്നംകുളം അങ്ങനെ എല്ലാ ഒരുവിധം എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വളരെ കൗതുകത്തോടുകൂടി നോക്കി കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ മുകളിലിട്ട് നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ ആനപ്പുറത്ത് കയറിയിരിക്കുന്നത് വല്ലാത്തൊരു ഫീൽ അല്ലേ ചേട്ടാ? ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് നമുക്ക്. അത് നമ്മള് പൈസ മാത്രല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ അതിനോടുള്ളൊരു കമ്പം, ആനോടുള്ള കമ്പം. പിന്നെ ഇപ്പൊ ഈ ആറട്ട പെരുവനമ്പൂരൊക്കെ നമ്മള് കയറാറുള്ളതാണ്. എത്ര മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും? ഇപ്പൊ ആറട്ട പെരുവനമ്പൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.5 മണിക്കൂർ അത്ര ടൈം. തൃശ്ശൂർ പൂരത്തിനും ഈ പറഞ്ഞ മാതിരി നമ്മളൊരു 5 മണിക്ക് ഈ കുറുപ്പൻ റോട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ 8 മണി 8:15 മാറി കയറുന്നു. അങ്ങനെയൊന്നുമില്ല, ഇല്ല, ഒരാൾ തന്നെയാണ്. നമ്മള് അതിനനുസരിച്ചുള്ള പിള്ളേരുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഭക്ഷണം ഇപ്പൊ കമ്മിറ്റിക്കാര് വെജിറ്റേറിയൻ ഫുഡ് ഓക്കെയാണ്. അതൊന്നും കഴിക്കാൻ തോന്നില്ല അല്ലെ? കഴിക്കാനൊക്കെ തോന്നും. അമ്പലത്തിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മുടെ ഈ പൂരത്തിന് ആനയുടെ ഒപ്പം നടക്കുന്ന പൂരത്തിന് കൊണ്ടുപോകാറുണ്ടോ? ആള് കൊണ്ടുപോകാറുണ്ടോ? ഒരുവിധ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോകും. പൂരം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ജോലിയിലേക്ക് ആള് ആണെന്ന് അറിഞ്ഞപ്പോ എന്താ ചേച്ചിക്ക് തോന്നിയെന്ന് ആദ്യം ഒരു പേടി തോന്നി. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഭയങ്കര ഒരു പേടി. അപ്പൊ ഏത് ജോലിയിലായാലും അപകടം എപ്പോഴായാലും നമുക്ക് ഉണ്ടാവണതാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് കുഴപ്പമുള്ള കേസൊന്നല്ല, ഇതിപ്പോ ബസ്സിൽ പോവാണ്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ മോൻ ഇറങ്ങിയിട്ടുണ്ട്. മോന്റെ പേര് നകുൽ എന്നാണ്. അവനിപ്പോ ഇറങ്ങിയിട്ടുണ്ട് ആനപ്പുറത്തിന്. എന്താ തോന്നിയ? നല്ല ഫീൽ തോന്നിയ? രസമായിട്ട് തോന്നിയ? അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ചേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യത്തെ അതിഥി ഒരു ചില്ലറക്കാരൻ അതിഥിയല്ല. എന്തായാലും വൈകാതെ എനിക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ, ആനപ്പുറത്ത് കയറി നടക്കുന്നത്. ഉറപ്പാണ്. അപ്പോൾ ഈ പൂരത്തിന് തന്നെ പറ്റുമോ? പൂരത്തിന് നല്ല ആനകൾ വരുമ്പോൾ ഞാൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പേരുകൾ പറഞ്ഞു.
എൻ്റെ പേര് രജീഷ്. എൻ്റെ പേര് സതി രജീഷ്. എൻ്റെ അടുത്ത് എൻ്റെ പേര് നന്ദിത. എന്റെ പേര് നന്ദിത. എന്റെ അടുത്തുനിന്ന് എന്തായാലും ആവട്ടെ. അപ്പൊ ഞാൻ എന്തായാലും വന്നു. പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. പൂരം സന്ധ്യയിൽ നമ്മൾ വരുമ്പോൾ നമ്മളൊരു മനോഹരമായ ഒരു നിമിഷത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു കിടിലൻ സമ്മാനമായിട്ട് ഇവിടെ നിന്ന് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണോ? പാലക്കാടാണോന്ന്? അപ്പോ ആദ്യം തന്നെ സമ്മാനം കിട്ടിയിരിക്കുകയാണ്. സന്തോഷമായോ? അപ്പോൾ നമ്മളൊരു കിടിലൻ സമ്മാനം കൊടുക്കാൻ പോകണം കേട്ടോ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ്. ആദ്യം വന്ന അതിഥിക്ക് സമ്മാനമായിട്ട് തന്നെ ഐശ്വര്യമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമായോ എന്ന് ഞാൻ ചോദിക്കുന്നു. സന്തോഷമായി. ഓക്കെ ജോബിയേട്ടാ. ഇത് പ്രതീക്ഷിച്ചോ? ഇല്ലില്ല, ജോബിയേണ്ണ കാണുന്നു പ്രതീക്ഷിച്ചില്ല. നമ്മള് സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മുടെ അവിടെ മീറ്റ് ചെയ്യണ സ്ഥലത്ത് കണ്ടില്ല. അപ്പൊ ഞാൻ കോണ്ടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ തിരക്കിലാവോ? ഇല്ല, വന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. ഇതുപോലെ മനസ്സ് തുറക്കുന്ന ഒരുപാട് അതിഥികളൊക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 10 നാൾ പൂരം സന്ധ്യയുടെ മനോഹരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഞങ്ങൾ എത്തിക്കും. കൂടി ഉണ്ടാവുക, കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഓക്കെ, കാണാട്ടോ. ഒത്തിരി സന്തോഷം. നമസ്കാരം. എവിടെ നിന്ന് വരണേ? തൃശ്ശൂർ. എന്താ പേര്? എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം എക്സിബിഷൻ? നന്നായിട്ട്. ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്? നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. TCBയുടെ പൂരം സന്ധ്യയാണ്. പേര് വിട്ടു. പേര് പറഞ്ഞു. സൂര്യ. പേര്? സരിത. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്തു. പേരെന്താണോ? ഭദ്ര. ഗൗരവത്തിലാണല്ലോ പേര്. എന്താ ചെയ്യുന്നത്? ജോലി വല്ലതും? എന്നിട്ട് ഈ വർഷത്തെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു അല്ലേ? ഇനി എത്ര പ്രാവശ്യം എക്സിബിഷൻ കാണാൻ വരും? 3 പ്രാവശ്യം എന്തായാലും വരും. കഴിഞ്ഞ പ്രാവശ്യം എത്ര പ്രാവശ്യം വന്നു? ഒരു തവണ വന്നുള്ളൂ. എന്താ പറ്റിയേ? അപ്പൊ ഈ പ്രാവശ്യം അതിന്റെ അങ്ങ് ക്ഷീണം തീർക്കും. ഇവിടെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ലല്ലോ. അവിടെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ആൾക്കാരെല്ലാം. എന്തായാലും ഉഷാറാവട്ടെ. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? അതിന്റെ ഉള്ളില് ഗംഭീരാണോ? ആള് പിണക്കത്തിലാണോ? എന്താണോ പിണങ്ങാൻ കാരണം? ഐസ്ക്രീം ഒന്നും വാങ്ങിക്കൊടുത്തില്ലേ? കളിപ്പാട്ടത്തിന്റെ. എന്തായാലും എൻജോയ് ചെയ്യുക. വീണ്ടും പൂരത്തിന്റെ ഇതുപോലെയുള്ള നിമിഷത്തെ നമുക്ക് കണ്ടുമുട്ടാം. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ കാരണം ഇതിൽ സ്വാഭാവികമായിട്ടും ഒത്തിരി സന്തോഷം. ഒപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കണില്ല. ആ ചാച്ചിനെ ഇങ്ങോട്ട് വിളിച്ചേ. ഇവിടെ വന്നേ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ മനോഹരമായിട്ട് സമ്മാനമായിട്ട് പോവാം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? അല്ലല്ലോ, ചതിച്ചൂലോ. സമ്മാനം അങ്ങോട്ട് പോയല്ലോ. സാരില്ല, വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഒത്തിരി സന്തോഷം. നമ്മൾ അതിഥികളൊക്കെ ആയിട്ട് കടന്ന് മുന്നോട്ട് പോകുന്നു. ചേട്ടാ നമസ്കാരം ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? തമിഴാണോ? രണ്ടുപേരും തമിഴാണോ? മലയാളം. അപ്പൊ പിന്നെ ആള് പിന്നെ പറഞ്ഞു കൊടുത്തോളൂ. എங்க இருக்கு? எப்படி இருக்கு? எக்ஸிபிஷன் எப்படி இருக்கு? நல்லா இருக்கு. കേരള எப்படி இருக்கு? തമിഴ്നാട് പോണ്ടിച്ചേരി. ഒന്നിങ്ങോട്ട് വന്നേ. ഞാൻ വല്ലാണ്ട് വിശർക്കുവാണ് തമിഴ് പറഞ്ഞിട്ട്. മലയാളം അല്ലേ? അപ്പൊ സമാധാനമുണ്ട്. വല്ലാണ്ട് കൊണ്ട് വിശർത്തോട് തുടങ്ങിയേക്കായിരുന്നു. എന്റെ പേര്? കഞ്ചന. ഇവിടെ ആളെങ്ങനെ? ഇവിടെ വന്ന് പഠിക്കണം, വർക്ക് ചെയ്യണം. ഫസ്റ്റ് ടൈം ആണോ? പാതൃക ഫസ്റ്റ് ടൈമാ? ഇത് പൂരം പാതൃക? പൂരം പാതൃക. എവിടെ ഇരിക്ക്? കൊല്ലം. ഏറ്റവും എലിഫന്റ് പാതച്ച? எலிஃபென்ட் பாத்தீங்கன்னா ஃபுல் அண்ட் ஃபுல் ஹெட் மாத்திரம் தான் தெரியும். ஹியூமன்ஸோட ஹெட் மாத்திரம் அவ்வளோ வலிய கூட்டம் வந்திருக்கு. இந்த வட்டம் ഷുവർ കണ്ടിപ്പോ വരും. എങ്ങനെ ആൾക്കത് ക്രൈസ് ആണോ ഈ പൂരം എന്നൊക്കെ പറയുമ്പോൾ? ഓഫീസ് മീറ്റ്സ് ആണ്. ആൾക്ക് പറയുമ്പോൾ തന്നെ ആള് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞു കൊടുത്തിട്ടില്ലേ കാര്യങ്ങളൊക്കെ? പറയാറുണ്ട്. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ എക്സിബിഷനൊക്കെ? എങ്ങനെയുണ്ട്? ഇടയ്ക്ക് വരാറുണ്ട്. ഒരു ചുരുങ്ങിയത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വഭാവം അനുസരിച്ച് ഒരു 3-4 വട്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറാണ്ട് പോവില്ല അല്ലേ? അതൊന്ന് ചുമ്മാ ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ നടക്കുക. ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? ഇനി ഒരു വരവേണ്ടി വരും. പേര്? അഞ്ജന. തമിഴ് ഒരു സോങ് പാത്ത് രണ്ടുപേര്. തമിഴ് സോങ്. பூமழை நெஞ்சிலே ஓ சுவாசமே சுவாசமே வாசமே வந்து மையல் புன்ன நெஞ்சிலே ஓ நெஞ்சுக்குள் நுழைந்து மூச்சுக்குள் கலந்து கண்ணுக்குள் கலகின்ற மலர் இது. நீலம் நீலமடி நீதானா, நீலம் நீலமடி நீதானா, நீலம் நீலம் நீதானா.
സൂപ്പർ സോങ്. ആ ഫ്രണ്ടാ നിങ്ങൾ പാടാ ഒരു പാട്ട് പാട്ട് പറഞ്ഞോ? ആ അങ്ങോട്ട് കൊടുക്കും. കൂട്ടുകാരൻ പാടുമ്പോ പിന്നെ എന്തായാലും പാടാതിരിക്കാൻ പറ്റുമോ? മലമുകളിലെ മാളിക വീട്ടിൽ മഞ്ഞക്കുറിയിട്ട തമ്പ്രാക്കൾ കതർ തൊപ്പിയും തലയിൽ വെച്ചുകൊണ്ട് ഈ വഴി പോയൊരു ചൊല്ലുണ്ട്, ഈ വഴി പോയൊരു ചൊല്ലുണ്ട്. ഹേയ് മലമുകളിലെ മാളിക മട്ടിലെ മഞ്ഞക്കുറിയിട്ട തമ്പ്രാക്കൾ കതർ തൊപ്പിയും തലയിൽ വെച്ചുകൊണ്ട് ഈ വഴി പോയൊരു ചൊല്ലുണ്ട്. ഹേയ് ഈ വഴി പോയൊരു ചൊല്ലുണ്ട്. ഹേയ് ചാത്താക്കോര നിങ്ങളറിഞ്ഞോ നമുക്ക് സ്വാതന്ത്ര്യം. ചാത്തനും കോരനും നീലനും നാട്ടിലെ എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും സ്വാതന്ത്ര്യം. പശിക്കണച്ചാ എന്ന് പറഞ്ഞൻ മക്കളുറങ്ങനെ എംബ്രാനെ ആറ്റം ബോംബും വാഹിനി കപ്പലും കടം തരാലോ കൊച്ചേട്ട, കടം തരാലോ കൊച്ചേട്ട. താങ്ക് യു. പേരെന്താണ്? പേര് ഗിരീഷ്. ഓ പുലിയാണ്. ഇവിടെ വരണപ്പോലെ. അതല്ലേ നിങ്ങൾ ഏത് ഓഫീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണേ? ഞങ്ങള് കേരള സംസ്ഥാന സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ചെറിയ ആൾക്കാരല്ല, വലിയ പുലികളാണ്, വലിയ പുലികളാണ്. ആ പുലികളുടെ ഉള്ളിലും കലാകാരന്മാരൊക്കെ ഉണ്ടാവേ. അവര് ഞങ്ങളുടെ സ്റ്റാഫുകളാട്ടോ. അതല്ല അവര് പാടുവോ? പാടാൻ അവര് നിർബന്ധിച്ചാ പാടും, പാടില്ല. എന്തായാലും എങ്ങനെയുണ്ട് എക്സിബിഷൻ? എങ്ങനെയുണ്ട് എക്സിബിഷൻ? സാറേ ഗിരീഷ് ചേട്ടനാണോ പേര്? ഗിരീഷ് ചേട്ടൻ എവിടെയാ? സ്ഥലം എവിടെയാ? പെരുമ്പാവൂര്. സാറേ എക്സിബിഷനെ വളരെ നന്നായിരുന്നു. എന്തായാലും സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെച്ചാൽ വളരെ സന്തോഷം. വർഷങ്ങളായിപ്പാ. ഞാൻ ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്. 8 വർഷം ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചു. എന്തായാലും പൂരം കണ്ടിട്ടോ? ഫസ്റ്റ് പൂരാണിത്. ആളെ കൊണ്ട് ചേർത്ത് പിടിച്ചോളാം കേട്ടോ. ആളിത് പൊളിക്കും. ഞങ്ങൾ അങ്ങോട്ട് രണ്ടുപേരും അങ്ങനെ പോവാ. പൂരത്തിന് കണ്ടുപിട്ടണം നമുക്ക്. വിളിച്ചാതി. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാ? താമര. എന്താ പറയാ തരുമാ? കേരളാവില് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അതാ എല്ലായിടത്തും പറഞ്ഞു കേട്ടിട്ട് ആരാത് പറഞ്ഞു തന്നെ? ആ പറഞ്ഞ ആൾ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ കാണത്തെ. പേരെന്താണോ? ഞാനേ ഇതാണ് പറഞ്ഞത്, എന്റെ ക്യാമറയുടെയും എന്റെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആരെയും അനുവദിക്കില്ല. ആദ്യം ഓടിപ്പോയി. പേര് സാന്ദ്ര. എവിടെ സ്ഥലം? എടപ്പാള്. എങ്ങനെയുണ്ട് നിങ്ങളുടെ തൃശ്ശൂരൊക്കെ? എങ്ങനെയുണ്ട്? ഇവിടെ എത്ര നാളായി? തൃശ്ശൂർ എത്ര നാളായി? ഒരു കൊല്ലമാണ്. പൂരം കണ്ടിട്ടുണ്ടോ? അതെയോ ആദ്യമായിട്ടാണോ? ഈ പ്രാവശ്യം എങ്ങനെ പൂരം കാണുമോ? കാണണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ ഒരു സമ്മാനം കൊടുക്കുകയാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിഡിലൻ സമ്മാനം. നമ്മുടെ ക്യാമറയുടെ മുൻപിൽ നിന്നും അവതാരകന്റെ മുൻപിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് അവസാനം പിടി തന്ന് സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും വിളിച്ചോളൂ. ഹാപ്പിയായോ? എല്ലാവരോടും ഒരുമിച്ചൊരു പാട്ട് പഠിക്കേ. ആയിക്കോട്ടെ. ഏറ്റുപാടണം. രണ്ടുപേരും അവയായിക്കോട്ടെ. തനദിന താന തനദിന താന തനദിന തന്തിന്നാരോ പാട്. തനദിന താന തനദിന താന തനദിന തന്തിന്നാരോ. ഒരു ചാലുഴുതില്ല, ഒരു വിത്തും വിതച്ചില്ല, താനെ മുളച്ചൊരു പൊന്തകര. ഉപ്പൊട് മുളകൊട് വെങ്കായ കലത്തോട് തകര പറിച്ചൊരു കറിയുണ്ടാക്കാം. ആറാറ് മടക്കിട്ട് 60 മടക്കിട്ട് അനങ്ങാതെ കിടന്നോളൂ പെരുങ്കൂടല്. തൃശ്ശൂർ പൂരം. അപ്പൊ നമുക്ക് എന്തായാലും പൂരത്തിന് കണ്ടുമുട്ടണം. എല്ലാവരും സന്തോഷം. സൂപ്പർ ഇருக்கு. കേരള പീപ്പിൾ எப்படி இருக்கு? எல்லாமே எனக்கு பயங்கர இஷ்டமா எப்படி இருக்கு? ക്യൂട്ട്. എന്തായാലും ഓക്കെ, സന്തോഷം. എന്തായാലും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് പൂരം സന്ധ്യയിൽ ഓരോ അതിഥികൾ വരുന്നത്. കൂടുതൽ അതിഥികളിലേക്ക് ഞങ്ങൾ എത്തുകയാണ്, മറ്റുള്ള അതിഥികളിലേക്ക്. ഇക്കുറി പൂരം പ്രദർശന നഗരിയിൽ നിരവധി പുതുമയാർന്ന സ്റ്റാളുകളൊക്കെ തന്നെ എത്തിയിരുന്നുണ്ട്. നമുക്കറിയാം, എൻ്റെ പിറകിൽ ഒരു സ്റ്റാളുണ്ട്, കേരള എക്സൈസിൻ്റെയാണ്. ജീവിതമാണ് ലഹരി. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുവതലമുറ, പുതുതലമുറകളെല്ലാം വലിയ ഒരു പ്രതിസന്ധിയാണ്. നമുക്കറിയാൻ പറ്റും, പലരും ലഹരിയുടെ ഒരു കാണക്കയത്തിലേക്കൊക്കെ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഇത്തരം സ്റ്റാളുകളും ഇത്തരം അവബോധനങ്ങളൊക്കെ നൽകുന്ന ഏറ്റവും മനോഹരമാണ്. നമുക്കറിയാൻ പറ്റും, ഇത്തരത്തിൽ ഒരു യുവതലമുറ
പോകുമ്പോൾ അത് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ജീവിതത്തിൽ ബാധിക്കുന്നതെന്നെല്ലാം കൃത്യതയോടുകൂടി ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതം അത് ഒരിക്കലും ഒരു ലഹരിക്ക് അടിമപ്പെടാതെ തരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിനെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അറിയുന്നത്. നമുക്കറിയാം അതിന് എക്സൈസ് എത്രത്തോളം കരുതൽ നൽകുന്നു. നമുക്ക് ഇത്തരമൊരു മേഖലകളിലെല്ലാം വലിയ തോതിൽ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ, ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ നാളെ കരയാതിരിക്കാൻ ഇന്നേ കരുതാം കേരള എക്സൈസ് വകുപ്പ്. ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്കറിയാൻ പറ്റും. അത്രയേറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് എക്സൈസ് ഈ ഒരു രംഗത്ത് വരുന്നത്. ഇവിടുത്തെ ആ ഒരു ഓരോ എഴുതിയിരിക്കുന്ന, അതായത് നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം, ജീവിതത്തെ ചങ്ങലക്കിടരുത് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ സ്വയം തിരഞ്ഞെടുക്കുന്ന തടവറയാണ് യഥാർത്ഥത്തിൽ ലഹരി. അങ്ങനെ നമുക്ക് മനസ്സിലേക്ക് ഉതകുന്ന രീതിയിൽ, മനസ്സിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാക്കുകളിലൂടെയൊക്കെയാണ് ഇതിന് ഒരു സന്ദേശം നൽകുന്നത്. നമുക്ക് ഇങ്ങോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഉന്നം തെറ്റരുത് എന്ന് പറയുന്നുണ്ട്. ലഹരി നിങ്ങളുടെ ഏകാഗ്രത നശിപ്പിക്കും. അത് ഒരു മനോഹരമായൊരു ഫോട്ടോയിലാണ് അത് ആലാപനം ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ചെറിയ, അതായത് ഈ ഒരു വാക്കുകളിൽ തന്നെ എത്രയോ അർത്ഥങ്ങൾ തരുന്ന തരത്തിലാണ് ഇതെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരെ കേരളം മനോഹരമായി പോകുന്നു. പൊഴിഞ്ഞു പോകുന്ന ജന്മം തിരിച്ചറിയുക. അത്തരത്തിൽ ഒരു മനുഷ്യൻ അതിൻ്റെ തടവറയിലേക്ക് കടക്കുന്ന ഒരു സ്റ്റിൽസൊക്കെ ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ഇത്തരമൊരു അവസ്ഥയിലേക്കാണ് മനുഷ്യ ജീവിതം പോകുന്നത് എന്നെല്ലാം തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള അവസ്ഥയാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ലഹരിയുടെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ എന്തായിത്തീരുന്നു, ഇതിന് അടിമപ്പെട്ടു പോകുമ്പോൾ അവനെ തന്നെ ജീവിതം നശിപ്പിച്ചു പോകുന്ന അവസ്ഥ. ഒപ്പം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഇറങ്ങിയ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ പൗരന് കിട്ടാവുന്ന ശിക്ഷകളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. മയക്കുമരുന്ന് കൈവശം വെച്ചാലുള്ള കേസ് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. 3-ാം പ്രതിക്ക് 24 വർഷം തടവും 4 ലക്ഷം രൂപ. അത്തരത്തിലുള്ള ഓരോ ഇവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യതയോടുകൂടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. സാധനം കയ്യിലുണ്ടോ, ഒരു സിനിമയുടെ ഒരു ടൈറ്റിലാണ്. നമുക്കറിയാം, സുപരിചിതമായ ഒരു മലയാള സിനിമയാണ്. ആ സിനിമയിലെ ഒരു ടൈറ്റിൽ വെച്ചുകൊണ്ട് അതിനെ കൃത്യമായി എഴുതിയിരിക്കുകയാണ്, സാധനം കയ്യിലുണ്ടോ. നമുക്കറിയാം, മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും ശ്രീനിവാസനൊക്കെ അക്കരെ എന്നുള്ള ആ സിനിമയിലൊരു ടൈറ്റിൽ ചോദ്യമാണ്, സാധനം കയ്യിലുണ്ടോ എന്ന്. വിലങ്ങ് വീഴും, മയക്കുമരുന്ന് വിതരണം വിഭവം എന്നിവിടെ ഭാഗമാകുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ 40 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളെ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റം ചെയ്താൽ വലിയ ശിക്ഷ നൽകാനുള്ള നിയമങ്ങൾ ഉണ്ട്. അത്തരത്തിൽ ഓരോ ആളുകൾക്കും അവബോധം നൽകുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൾ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ സ്റ്റാളൊക്കെ കാണുമ്പോഴത്തേക്കും? ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ആവശ്യമുള്ള കാര്യമല്ലേ? പിന്നെ വളരെ നല്ല കാര്യമാണ്. കാരണം ഇന്നത്തെ തലമുറ നമുക്കറിയാൻ പറ്റും, വലിയ തോതിലുള്ള ലഹരിയുടെയൊക്കെ ഉപയോഗങ്ങളൊക്കെ നശിച്ചു പോകുന്നു. ഈ ഒരു സമയത്തേക്ക് ഇവിടെ വരുമ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു അവബോധം നമുക്ക് ഉണ്ടാവുകയില്ല? തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ലൊരു എഫക്റ്റീവാണ്. അത് കാണുമ്പോൾ തന്നെ തലമുറ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലഹരിയുടെ ഉപയോഗങ്ങൾ, അതിൻ്റെ ദോഷഫലങ്ങൾ. വളരെ സന്തോഷം ഇതിലിങ്ങനെ കയറാൻ പറ്റിയതും ഇത് കാണാൻ പറ്റിയതും വളരെ സന്തോഷം. എവിടെ നിന്ന് വരുന്നത് ചേട്ടാ? വീട് പരന്തരപ്പള്ളിയിലാണ്, പേര് മിജോ. ഇതിലൊത്തിരി സന്തോഷം. ഓക്കെ. എന്തായാലും മിജോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ആളുകളും ഇവിടെ വരുന്ന പ്രദർശനഗരിയിൽ വന്ന് ഇത് കൊണ്ടുപോകുന്ന ഓരോ ആളുകൾക്കും പറയാനുള്ള ഒറ്റ വാക്ക് തന്നെയുള്ളൂ, വളരെ മനോഹരമായിരിക്കുന്നു ഇത്തവണത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രദർശന നഗരിയിലെ ഈ ഒരുക്കിയിരിക്കുന്ന പവലിയൻ ഏറ്റവും മനോഹരമാണ്. നമുക്കിപ്പോൾ ഒരു സാറ് നമ്മളോടൊപ്പം ചേരുകയാണ്. പല ആളുകളും വരുമ്പോൾ ഞങ്ങളിപ്പോൾ ചോദിച്ച ആളുകൾ പറഞ്ഞത് വളരെ മനോഹരമായിട്ടുണ്ട് ഈ വർഷത്തെ എക്സൈസിൻ്റെ, പ്രത്യേകിച്ച് ക്യാപ്ഷനുകൾ വെച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ എന്താണെന്നും അങ്ങനെ അതിൽ നിന്ന് പിന്മാറണമെന്ന് വരെയുമുള്ള കൃത്യമായ വിവരങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ചെറിയ ചെറിയ പ്ലോട്ടുകൾ വെച്ചിരിക്കുന്നു. ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നു. വലിയ ഒരു ശ്രമകരം തന്നെയായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? അത് നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ എക്സൈസിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായൊരു സ്റ്റാളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശിക്ഷകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ കൗൺസിലിങ്ങിൻ്റെയും കാര്യങ്ങളും നമ്മളിവിടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമെങ്കിൽ കൗൺസിലിങ്ങും മറ്റുള്ള കാര്യങ്ങളും ക്രമീകരിക്കാൻ പറ്റും. കിട്ടും. തീർച്ചയായും ഉപകാരപ്പെടുന്ന നമ്പറുകളാണ്. കൗൺസിലിങ്ങും ഡി അഡിക്ഷൻ കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ലഹരിക്കെതിരെ നമുക്ക് അറിയിക്കാനുള്ള നമ്പറുകളും എല്ലാം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു
ഫ്ലെക്സിൽ അതിൻ്റെ തൊട്ടുപുറകിലുള്ള ഫ്ലെക്സിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ വിളിക്കേണ്ട നമ്പറാണ് ഞങ്ങൾ സ്ക്രീനിലൊന്ന് പ്രദർശിപ്പിക്കുകയാണ്. 9656178000. ഒപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൗൺസിലിങ്ങിൻ്റെ ഒരു ആവശ്യകതയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തീർത്തും സൗജന്യമല്ല സാറേ? അതെ അതെ, തീർത്തും സൗജന്യമാണ്. വളരെ ഉപകാരപ്രദമായിരിക്കും. ഏത് സമയത്ത് നമുക്ക് ഏത് സമയത്ത് വിളിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്രമീകരണം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്തിട്ടുണ്ട്. കൗൺസിലിങ്ങിനായിട്ട് വിമുക്തി ടോൾ ഫ്രീ നമ്പറാണ് 14405. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ജീവിതമാണ് ലഹരി. ഇത്തരം കാണാ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വളർന്നു വരുന്ന യുവതലമുറയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും പോകരുതേ എന്നും ഞങ്ങൾ ഈ ഒരു പുരം സന്ധ്യയോടുകൂടി ഞങ്ങളും ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ തന്നെയല്ലേ സാർ അത് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഒരു പുതുതലമുറകൾ വഴിവഴിച്ച് പോകരുതല്ലോ. യുവാക്കളെ നമുക്ക് നല്ല രീതിയിൽ പുതിയ തലമുറയെ വാർത്തെടുക്കാനാണ് എക്സൈസിൻ്റെ ഉദ്യമം. അത് നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും മറ്റുള്ള ഏറ്റവും മനോഹരമായ പവലിയനുകളും ഇത്തരത്തിൽ വിജ്ഞാനപ്രദമായ പവലിയനുകളിലെല്ലാം പൂരം സന്ധ്യ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കടന്നു വരുന്ന ഓരോ ആസ്വാദകർക്കും ഈ കേരള എക്സൈസിൻ്റെ പവലിയൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേരള പോലീസിൻ്റെ പവലിയനും ഒരുക്കിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടക്കുകയാണ്. നമുക്കറിയാം, എല്ലാ വർഷവും പുതുമകൾ തന്നെയാണ് കേരള പോലീസിൻ്റെ പവലിയനുകൾ ഒരുക്കിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ പൂരം വൈബാണ്, ലഹരി അല്ല എന്ന മനോഹരമായൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. നല്ലൊരു ലോഗോയോട് കൂടി തന്നെയാണ് ഈ കുറി അവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായൊരു ലോഗോ. അതിൻ്റെ തൊട്ട് താഴെ ഒരു യുവതലമുറയെ ഒരു ഓഫീസർ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്കറിയാൻ പറ്റും, പൂരം വൈബാണ് കേട്ടോ, ലഹരി അല്ല എന്ന്. അത്തരത്തിൽ ആത്മവിശ്വാസവും മനക്കരുത്തുമാണ് സ്വയം പ്രതിരോധത്തിൻ്റെ ആദ്യ പാഠം. സ്ത്രീ സ്വയരക്ഷ പരിശീലന പരിപാടിയാണ്. ഇതിൻ്റെയൊക്കെ താഴെ നമ്പറുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ ഇവരുമായി സമീപിക്കുവാൻ. ഇപ്പോൾ നമുക്കറിയാം, ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൗൺസിലിങ്ങോ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ അതിന് ടോൾ ഫ്രീ നമ്പറൊക്കെ തന്നിരുന്നു. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഈ മൊബൈൽ ഫോൺ ഹാക്കിംഗ് ആണ് ഇപ്പോൾ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ഇപ്പോൾ ഫേസ്ബുക്കും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ എഴുതുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു ആളുകൾക്കാണെങ്കിൽ അവർക്ക് നൽകുന്ന ഒരു അവബോധമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഹാക്ക് ആയിട്ടുണ്ടോ, ചില ലക്ഷണങ്ങൾ. അത്തരത്തിലുള്ള അതിൻ്റെ 9 ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ 9ാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബാറ്ററി ലൈഫ്, നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് നഷ്ടപ്പെടും. അത്തരത്തിലുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെയും കൃത്യതയോടുകൂടി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം സാധാരണ ആളുകൾക്ക് നൽകുന്ന ഇവിടെ കടന്നു വരുന്ന ആളുകൾക്ക് നമുക്ക് ഇത്തരത്തിൽ അവബോധവും അറിവും എല്ലാം നൽകും. ഒപ്പം തന്നെ ജാഗ്രത, സൈബർ തട്ടിപ്പുകൾ അപ്ഡേറ്റ് ആണ്, ഇൻകം ടാക്സ് റീഫണ്ട്, പുതിയ തട്ടിപ്പ്, അങ്ങനെ നമ്മൾക്ക് അനുദിനം നവമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം നേരിടുന്ന തട്ടിപ്പുകൾക്ക് വിധേയമാകുന്ന ആളുകളിലേക്ക് അവർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം, ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും ഇതെല്ലാം വായിക്കുമ്പോൾ കിട്ടുന്ന അറിവ് ചെറുതല്ല. എൻ്റെ പാസ്വേഡുകൾ സ്ട്രോങ് ആണോ, പാസ്വേഡുകൾ എത്രമാത്രം സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. അങ്ങനെ ചെറുതും വലുതുമായ നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ രസകരമായിട്ടും എന്നാൽ ഏറെ കൗതുകം നിറഞ്ഞതും എന്നാൽ സാധാരണക്കാരുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എത്തിക്കുകയാണ്. അതിൽ ഇവിടെ മനോഹരമായിരുന്നുണ്ട്, മുംബൈ പോലീസ് ഓഫീസർ നടന്ന കാര്യമാണ്. അപ്പോൾ അതെല്ലാം അതിൻ്റെ മനോഹരമായി തന്നെ ചിത്രീകരിച്ചിരിക്കുകയാണ്. വിളിച്ചത് സൈബർ സെൽ SIA. ഇത് കേരളത്തിൽ നടന്ന രസകരമായൊരു സംഭവമാണ്. അതിൻ്റെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ വിളിക്കൂ 1930 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്നുള്ള, അതായത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്നാണ് പറയുന്നത്. ഒരു കളിപ്പാട്ടം പോലെ കുഞ്ഞുങ്ങളുടെ കൈകൾ നിങ്ങൾ മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുമ്പോൾ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നമുക്കറിയാം, ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാതെ ആർക്കും കടന്നു പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഈ ഒരു ഫോണില്ലാതെ പറ്റില്ല. എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ നല്ലൊരു സ്റ്റാളാണ് ഒരുക്കിയിരിക്കുന്നത്. ലഹരിയുടെ ഒരു അവസ്ഥ, അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചിന്താഗതികൾ, മനുഷ്യന് ഒരു നിമിഷം എന്തെല്ലാം സംഭവിച്ചു പോകും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ രസകരമായിട്ട് തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അനുശാസിക്കണം പഠിക്കേണ്ടതായ ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, അങ്ങനെ സ്പർശങ്ങൾ അസ്വാഭാവികമായി തോന്നിയാൽ അത് ബാഡ് ടച്ച്. അങ്ങനെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ നമ്പറുണ്ട് 1098. 24 മണിക്കൂറാണ് ഇതിൻ്റെ സേവനം. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരെ നമുക്ക് വിളിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും, പോക്സോ നിയമത്തിൻ്റെ പ്രായപൂർത്തിയായ കുട്ടിയുടെ സമ്മതം പോലും
സമ്മതം പോലും സമ്മതമായി കണക്കാക്കുകയില്ല എന്നതാണ് ഏറ്റവും വലിയ തെളിവ്. അതിനെ 112 എമർജൻസി നമ്പറാണ്. ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് നമുക്ക് വിളിക്കാം. അത്തരത്തിൽ ആ നിയമത്തിൻ്റെ വശങ്ങളെക്കുറിച്ചും പറയുന്നു. പിന്നെ ഒപ്പം സ്ത്രീകളുടെ സുരക്ഷ, അപരാജിത ഓൺലൈൻ, സൈബർ ഇടങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് നേരിടുന്ന എല്ലാത്തരം പീഡനങ്ങൾക്കും നമുക്ക് തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് 9497996992. ഈ നമ്പറുകളെല്ലാം നമ്മുടെ ഫോണിലെല്ലാം സേവ് ചെയ്ത് വെക്കേണ്ടതും ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമാണ്. ഇവിടെ കാണുന്നൊരു അവസ്ഥയാണ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മക്കളിലുള്ള നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അവരെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരായിരിക്കാം എന്ന് പറയുന്നതാണ്. നമുക്കറിയാൻ പറ്റും ഒരു ലഹരിയുടെ കാണാക്കളം. ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ വാക്ക് വീണ്ടും കടമെടുക്കുകയാണ്. ലഹരിയുടെ കാണാക്കളം ആ വലയിലേക്ക് വീണു പോയാലുണ്ടാകുന്ന അവസ്ഥയാണ്. ആ വലയിൽ നിയന്ത്രിക്കുന്നത് കണ്ണികളാണ്. നമുക്കറിയാം ഇത്തരം അതിനുള്ള മദ്യം, ഒപ്പം തന്നെ മയക്കുമരുന്നുകൾ, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ, ഇതെല്ലാമാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയെ കാർന്ന് തിന്നുന്നത്. അത്തരത്തിൽ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ആ ഒരു വിദ്യാർത്ഥി കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു യുവതലമുറ കടന്നു പോകുന്നതെന്ന് പച്ചയായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏകാഗ്രതയും കൃത്യതയുമാണ് നിങ്ങളെ വിജയിക്കുന്നത്, അതിൽ ലഹരിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഏകാഗ്രത നമുക്ക് വേണം. ഏകാഗ്രത ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ആരും തന്നെ വലിയ ഗെയിമൊന്നും കളിക്കാൻ തയ്യാറാവുന്നില്ല. കുട്ടികൾ കളിക്കിടങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ കളിയിടങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പലരും കടന്നു പോകുന്നത്. അത്തരം ഒരു പ്രതിസന്ധി, പല കുട്ടികളും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. അവിടേക്കെല്ലാം ഈ കളികൾ, അതോടൊപ്പം തന്നെ പുത്തൻ ഇതുപോലെയുള്ള ഗെയിമുകൾ എല്ലാം നമ്മൾ നടത്തണം. എങ്ങനെയാണ് കളിക്കാൻ പോകാറുണ്ടോ? എവിടേക്ക് കളിക്കാൻ പോകാറുണ്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാ? ക്രിക്കറ്റാണോ? ഫുട്ബോള്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ അവിടെ? അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ മോനെ ഈ ഇത്തരം ഗെയിമൊക്കെ കളിക്കാറുണ്ടോ? ഇന്നത്തെ കുട്ടികളുടെ അനുഭവിക്കുന്ന അവസ്ഥയൊക്കെ മോന് കേട്ടിട്ടുണ്ടോ? മയക്കുമരുന്നും അതൊക്കെ ന്യൂസ് കാണാറുണ്ട് അല്ലേ? ഇതൊന്നും വളരെ മോശകരമായൊരിതാണ്. ഇത്തരം ഗെയിമുകളിലൊക്കെ ഏർപ്പെടുക. ആരൊക്കെ കൂടെ വന്നിരിക്കുന്നത്? അമ്മ അവരൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ എന്തായാലും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അമ്മ എവിടെ നിന്ന് വരുന്നത് എല്ലാവരും? ഏനമാവ്. പേരെന്താ? റീന. പേര്? കാതറിൻ. ജോളി. അനീന. അല്ല, ഞാൻ പറയുകയതേ, നമ്മുടെ കുട്ടികൾ കളിയിടങ്ങളിലേക്ക് ഇറങ്ങി പോകണം. ക്ലാസ് കിട്ടുകഴിഞ്ഞാൽ ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങണം, കളിക്കണം അല്ലേ? എന്തുകൊണ്ടാണത്? ഇന്നത്തെ കാലത്തിന്റെ ആണോ? വല്ലാത്തൊരു ഭയമാണോ ഇന്നത്തെ കാലത്തെ? ശരിക്കും കളിക്കാൻ പോകുമ്പോൾ ഇവരോട് പറയണ്ട, വീട്ടിലിരുന്ന് ഇവരുടെ കൂടെ കളിച്ചാൽ മതി പറയുമ്പോൾ അവൻ കൂട്ടുകാരുടെ അവിടേക്ക് കളിക്കാൻ വേണ്ടി പോവാണേ. പണ്ട് നമുക്ക് പേടിക്കാണ്ടിരുന്നില്ല, പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ്. ഭയമുണ്ട്. ഇത്തരം സ്റ്റാളുകളൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കുറെ അറിവുകൾ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ അറിവുണ്ടായിട്ട് കാര്യമില്ല. മറ്റേ ഏജന്റുമാർ പുറത്തുള്ളവരെ കൺട്രോൾ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. നമ്മൾ ഈ സ്റ്റാളുകൾ കണ്ട് അറിവുണ്ടായിട്ട് കാര്യമില്ല. പുറത്ത് നടക്കണ ഇതിന്റെ ഏജന്റുമാരിന്റെ പേരിനൊക്കെ പിടിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അതിന് വേണ്ടി ഗവൺമെന്റ് മുന്നിട്ട് ഇറങ്ങണം. നിങ്ങളുടെ വിദ്യാലയത്തിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ അറിയോ നിങ്ങൾക്ക്? ബോധവൽക്കരണം നടത്തിയാലും പിള്ളേരെ അവർക്ക് കിട്ടുന്ന ചാൻസ് വെച്ചിട്ട് അവര് ഉപയോഗിക്കുന്നുണ്ട്, കാണാറുണ്ട് ഞങ്ങൾ. എന്തായാലും ഈ ഒരു കാലം വല്ലാത്തൊരു കാലമാണ്. നമ്മൾ കൂടുതലായി കരുതുക. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക. എപ്പോഴും ഇവരോട് പുറത്ത് കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു, ഇവ എന്നാലും പുറത്ത് ചാടും. ഇപ്പൊ കളിക്കുന്ന പ്രായമാണ് അവര്. ഇതുള്ള കാരണം പോകുമ്പോ പേടിയാവാണ്. ഇതിന്റെ ആൾക്കാർ എവിടെയൊക്കെ എന്തായിരിക്കണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കുട്ടികളെ വിളിച്ച് അവര് ചോക്ലേറ്റ് കാണിച്ച് അവര് പോകുമ്പോ ചോക്ലേറ്റിൽ എല്ലാവരും ഉണ്ടെന്നല്ലേ പറയണത്. അത് കാരണം പേടി പിടിച്ച ഒരു കാലത്തിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശങ്കയാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഒരു അവസ്ഥ തന്നെയാണ്. കളിയിടങ്ങളിലേക്ക് കുട്ടികൾ കടന്നു വരട്ടെ. ഇതുപോലെ ഏകാഗ്രതയുള്ള, നല്ല മനസ്സുള്ള, ചിന്താഗതിയുള്ള യുവതലമുറകളൊക്കെ വരട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു സംഭവമാണ് കാണാൻ പോകുന്നത്. ലഹരിക്ക് എതിരെ, ലഹരിയോട് നോ പറയൂ. നിങ്ങളാണ് ഹീറോ. നാളത്തെ ഹീറോ നിങ്ങളാകണമെങ്കിൽ ഇത്തരത്തിൽ വേണം, ഇത്തരം ചിന്താഗതികൾ വേണം. എന്തായാലും തുടങ്ങിക്കോ. ഞാൻ ഈ സൈഡിൽ നിന്നുള്ള എനിക്ക് ഇടികൊള്ളൂ. അന്ന് തുടങ്ങിക്കോ. ഉറക്കം കൊടുത്തോ. ആ ലഹരിയെ ഇടിച്ചങ്ങോട്ട് തെറിപ്പിച്ച് കളയാണ്. നമ്മുടെ ലൈഫിൽ ഒരിക്കലും ലഹരി പാടില്ല. നമ്മുടെ എന്താ പേര്? ദിമിത്രി. എവിടെ നിന്ന് വരണേ? അന്തിക്കാട്. പേര്?
മീനാക്ഷി. ഒരു നല്ലൊരു ഇടി കൊടുത്തേ, നല്ലൊരു ഇടി കൊടുക്ക്. പോട്ടെ, വേണ്ടേ? കൊടുത്തോ? എങ്ങനെയാണ് നിങ്ങളുടെ എവിടെ പഠിക്കുന്നത്? ഞാൻ പൊറനാട്ടുകാര ശ്രീകൃഷ്ണൻ. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഈ ലഹരിക്കെതിരെയൊക്കെ ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്? കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ ഇതിനെ കുറിച്ചൊക്കെ അറിയോ? അറിയും. ഇത് ശരിയായ ഇതാണോ? ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ നശിപ്പിക്കണ ഒരു. തീർച്ചയായിട്ടും. ഗുഡ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളും പോരാടണം, നിങ്ങൾ മീഡിയക്കാരും അതിനു വേണ്ടി പോരാടണം. തീർച്ചയായിട്ടും ഞങ്ങൾ മീഡിയക്കാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ട, അതിനേക്കാൾ ഉപരി സപ്പോർട്ട് ചെയ്യുന്നത് ഈ നിൽക്കുന്ന പോലീസ് ഓഫീസർമാരാണ്. ഇവരാണ് രാവും പകലും ഇതിനൊക്കെ ആയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവര്. ഒന്ന് കടന്നു വരണം സാർ. എന്തായാലും മോന്റെ പേര്? ദിമിത്രേവ്. ഭയങ്കര പേരാട്ടോ, ദിമിത്രേവ്. സാറെ കടന്നു വരണം. അപ്പോൾ പുറനാട്ടൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. ദിമിത്രേവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ മീഡിയക്കാരും അതുപോലെ തന്നെ ഈ പോലീസ് ഓഫീസേഴ്സൊക്കെ ഞങ്ങൾക്ക് ചെയ്യുന്നത് വലിയ സേവനമാണ്, അവരൊക്കെയാണ് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന്. ഇതുപോലെയുള്ള യുവതലമുറകളാണ് നമുക്ക് ആവശ്യം, അല്ലേ സാറേ? ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ലഹരിയാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ അതിലെ ഇപ്പോഴത്തെ യൂത്ത് അവരെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ മാക്സിമം അവരെ ഇതിലോട്ട് നമ്മൾ ലഹരിക്കെതിരെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഒരു പഞ്ച്, അപ്പോൾ ഒരു ബോക്സിങ്, ഇപ്പോൾ ബോക്സിംഗ് ആണല്ലോ ഇപ്പോൾ. അപ്പോൾ അതിനെതിരെയുള്ളൊരു ഇതാണ് ഇവിടെ നമ്മുടെ ഡ്രഗിനെയാണ് ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതെ, ഡ്രഗിനെയാണ് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇതെന്താ സംഭവം? ഇത് നമ്മൾ ഒരു ഡ്രഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ഗെയിമാണ്. ഇതിൽ ഈ റെഡ് കളറിൽ വരുന്ന ഇതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പഞ്ച് ചെയ്യണം. ഓ, അങ്ങനെയാണ്. ഓ, അത് ശരി. അങ്ങനെ വേണല്ലേ? ഓ, അത് ശരി. എന്തായാലും ഗംഭീരാട്ടോ. ഈ പ്രാവശ്യം വരുന്ന ആളുകൾക്ക് ഒന്നും നഷ്ടമാകില്ല. നിങ്ങൾക്ക് ധാരാളം അറിവുകൾ സമ്പാദിക്കാൻ പറ്റും. അത്തരത്തിൽ അറിവുകൾ സമ്പാദിക്കുന്ന രീതിയിൽ തന്നെയാണ് കേരള പോലീസ് പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. സാറേ, ഗംഭീരം. അത് ഞങ്ങൾ ഒരു മാസത്തോളം അതിൻ്റെ ബാക്കിൽ പ്രയത്നിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു പവലിയൻ തന്നെ ഒരുക്കിയെടുത്തിട്ടുള്ളത്. അതിന് കുറേ പേരുടെ പ്രയത്നങ്ങളുണ്ട്. പോലീസിൽ തന്നെ നമ്മൾ ഇവിടെയുള്ളവരും പുറത്തുള്ളവരും കഠിനമായ പ്രയത്നത്തിൻ്റെ മുകളിലാണ് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതൽ കുട്ടികളാണ് കൂടുതലും ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ പുറത്തേക്ക് നമുക്ക് അതിനുള്ള അവയർനെസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് മാക്സിമം. കുട്ടികൾ ആയതുകൊണ്ട് കുട്ടികൾക്ക് രസകരമാകുന്ന, അവരെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഗെയിമുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആദ്യം തന്നെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഈ ഒരു ഉദ്യമത്തെ. മുൻ വർഷങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ തവണ കുറച്ചുകൂടി ഗംഭീരമായി തന്നെയാണ് പറയാൻ. ബഹുമാനപ്പെട്ട കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യമാണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർദ്ദേശമാണ് കുട്ടികൾക്ക് അവയർനെസ് പ്ലസ് ഒരു ഗെയിംസിലൂടെ അവർക്ക് അവയർനെസ് കൊടുക്കണം എന്നുള്ളത്. അത് ഇപ്രാവശ്യം വളരെയധികം ഈ പഞ്ചിങ് ബാഗ് ആയാലും അതുപോലെ ഗെയിംസ് ആയാലും സ്നേക്ക് ആൻഡ് ലാഡർ ആയാലും അതുപോലെ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ പ്രത്യേക നിർദ്ദേശം പ്രത്യേക താല്പര്യത്തിലാണ് ഇപ്രാവശ്യം ഇത്രയും ഇൻട്രസ്റ്റ്. വരുന്ന ആളുകളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് സാർ? ഭയങ്കര ക്യൂ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ എല്ലാവരും പങ്കെടുക്കണം. അത് വയസ്സായ ആൾക്കാരും, അതായത് വളരെ വയസ്സായ ആൾക്കാരും. ഇന്നലെ ഇപ്പോൾ വളരെ ഒരു 85 വയസ്സായ ഒരു അമ്മൂമ്മ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പഞ്ചിങ്ങിൽ ലഹരിക്കെതിരെ പറഞ്ഞിട്ട് കൊച്ചു കുട്ടികൾ വരെ ചെയ്യുന്നുണ്ട്. വളരെ രസകരമായ ഒരു വൈബാണ് സത്യം പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്. എന്തായാലും രസമായിട്ടുണ്ട്. നമ്മുടെ മക്കൾ, നമുക്കറിയാം ജീവിതമാണ് ലഹരി. നമ്മുടെ മക്കളെല്ലാം ഇത്തരം ഒരു ലഹരിയുടെ കാണാക്കയത്തിൽ പോകാതെ പുതിയൊരു തലമുറ നല്ലൊരു ജീവിതം ലഹരിയായി മക്കളെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്നൊരു തലമുറയായിട്ടൊക്കെ കടന്നു വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. ഒരുപക്ഷെ കേരള പോലീസ് ഏറ്റവും കഠിന പ്രയത്നം തന്നെയാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത്. നമുക്കറിയാം രാവും പകലും ഇല്ലാതെ നടക്കുന്നു. അതിനനുസരിച്ചുള്ള കുറ്റവാളികളെ പിടികൂടുന്നു, അർഹമായ ശിക്ഷ കൊടുക്കുന്നു. അത്തരത്തിൽ ഈ ഒരു ടീമിന്, കേരള പോലീസിന് ടീം TCVയുടെ അഭിനന്ദനം നേരുകയാണ്. ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കാണാൻ മറക്കരുത്. തീർച്ചയായും പൂര പ്രദർശന നഗരിയിൽ വന്നാൽ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി ഒന്ന് പഞ്ച് ചെയ്തിട്ട്, അയ്യോ ഗ്ലൗസ് ഇടണമെന്ന് പറഞ്ഞേ, അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഒന്ന് പോവാം. എന്തായാലും അത്തരത്തിൽ ലഹരിയെ ഇടിച്ച് തോപ്പിച്ചുകൊണ്ട് പൂരത്തെ വരവേക്കാം. പൂരം വേറൊരു വൈബാക്കി തീർക്കാം. അവിടെ നല്ല ഇടി കേട്ടോ, അവിടെ നല്ല ഇടിയാണ്. മനസ്സിൻ്റെ ആ ഏകാഗ്രത ആണ് ചിന്തിക്കേണ്ടത് കേട്ടോ. ആ ഒരു ഏകാഗ്രതയോടുകൂടി തന്നെ ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകട്ടെ. ഒരു പുതിയ തലമുറ നല്ല തലമുറയായി കടന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റുള്ള അതിഥികളിലേക്കും മറ്റുള്ള വിശേഷങ്ങളിലേക്കും തൽക്കാലം ഞങ്ങൾ കടന്നു പോവുകയാണ്. ധാരാളം പേര് ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൊണ്ട് കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. ലഹരിയല്ല, ലക്ഷ്യമാണ് വിജയത്തിൻ്റെ വഴി. യെസ്, അത്രയേ ഉള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മറ്റുള്ള അതിഥികളിലേക്കൊക്കെ കടന്നു പോവുകയാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് എക്സിബിഷൻ?
എങ്ങനെയുണ്ട്? ഉഷാറാണോ? എല്ലാ പ്രശ്നം വരാറുണ്ട്. എവിടെ പേരെന്താ? ലിസ്മി. ലിസ്മി. നാട്ടിൽ ഇവിടെ തന്നെ തൃശ്ശൂർക്കാരാണോ അപ്പോൾ? പേരമ്മ? ലീന. ലീന. എന്താണ് പേര്? റയൻ. റയൻ. എന്താണ് പേര്? ആളുടെ പേര്? മിഷൽ. മിഷൽ. എങ്ങനെയാണ് നിങ്ങൾ ആദ്യത്തെ ഒരു റൗണ്ട് വന്നതാണോ? ഇനി സ്ഥിരമായി റൗണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണോ? അല്ല. അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി എന്ന് വരും അടുത്ത റൗണ്ടിന്? അടുത്ത വർഷം വരുള്ളൂ. ഒറ്റ പ്രാവശ്യം വരാറുള്ളൂ? നമ്മളിവിടെ അല്ല, ആക്ച്വലി ബാംഗ്ലൂരാണ്. ഓ ശരി. അപ്പോൾ ഈ പ്രാവശ്യം പൂരത്തിനില്ലേ? പൂരത്തിന് ഉണ്ടാവില്ല. പൂരത്തിന് പൂരം കാണാൻ വരാറില്ല? ലീവിന്റെ ടി വി കൂടെ കാണും. അപ്പോൾ എന്തായാലും ആസ്വദിക്കുക. അപ്പോൾ പൂരം ഓരോ നിമിഷവും ഓരോ സ്പന്ദനമാണ്. ഈ പ്രാവശ്യം ചെറിയൊരു മഴയൊക്കെ പെയ്തൊരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ. കൂളിംഗ് ഉണ്ട്. ബാംഗ്ലൂർ ഇപ്പം എങ്ങനെ ജോലി അവിടെ? ശരി. അപ്പോൾ എന്തായാലും കാണാം. പൂരത്തിന്റെ എല്ലാവിധ ആശംസകളും. ഹായ്. ഹലോ. എന്താ പേര്? നിരുപമ. നല്ല പേരാണല്ലോ. എത്രയില് പഠിക്കണേ? 5ല്. പേര്? അനീഷ. എവിടെ സ്ഥലം? എവിടെയാ? ഇവിടെ തൃശ്ശൂർ. എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് മലപ്പുറത്തേക്കാണ്. പെരിന്തൽമണ്ണ. നിരഞ്ജന. ചേച്ചിയാണ്. അമ്മ പേര്? ശാന്ത. എങ്ങനെയുണ്ട് എക്സിബിഷൻ? എങ്ങനെയുണ്ട്? അടിപൊളി. ഞങ്ങൾ എല്ലാ കൊല്ലം വരലുണ്ട് ഈ സമയം. എത്ര പ്രാവശ്യം വരാറുണ്ട്? ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം കുട്ടികളും കൊണ്ടുവരലുണ്ട് എക്സിബിഷൻ. അതിപ്പോ ഓർമ്മയില്ല. ഒരു വർഷത്തില് ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം ഈ വെക്കേഷൻ ആകുമ്പോ വന്ന് പോകും. നിർബന്ധമാണ് ഞങ്ങൾക്ക്. കുട്ടികളുണ്ടായ ശേഷം ഞാൻ വന്ന് കാണലുണ്ട്. അതിന് മുമ്പ് ഞങ്ങൾ അമ്മയും ഫാമിലി അങ്ങനെ വന്ന് കാണലുണ്ട്. പിന്നെ വാങ്ങിയണല്ലോ, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സിബിഷന് വരാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ എക്സിബിഷന് വന്ന് കുറെ പർച്ചേസ് ചെയ്യും. പിന്നെ പൂരത്തിന് വരാൻ പറയും. പൂരത്തിനൊക്കെ അവിടെ ഉള്ളവരൊക്കെ വരലുണ്ട്. പാട്ട് പാടൂലേ? രണ്ടുപേരും ആരോ ഒരാള് പാടൂന്ന് ഇങ്ങനെ പറഞ്ഞു. രണ്ടുപേര് പാട്ട് പാടിയ സമ്മാനം ഉണ്ട് കേട്ടോ. ഒരു പവൻ. ഒരു പാട്ട് പാടിക്കേ. അമ്മമ്മ തല്ലൂട്ടാ. എന്നാലും ഓരോ വർഷം വരുമ്പോഴും പുതുമയാർന്ന ഇതാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു മനസ്സിനൊരു റിലാക്സ് കിട്ടുന്ന സമയമാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് കിടക്കുക. അല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചോട്ടെ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? പാലക്കാട്. ഉറപ്പാണോ? ഉറപ്പ്. പാലക്കാട്. ആലോചിച്ചോളാം. പാലക്കാട് തന്നെ. തേങ്ങ തെറ്റിക്കാൻ നിക്കണോ? പാലക്കാട് പാലക്കാടാണ്. അവിടോ ഉത്തരം ഞാൻ തെറ്റിക്കാൻ നോക്കിയപ്പോ പറഞ്ഞ ഒരു കാര്യം ഉണ്ടോ? തെറ്റിക്കാനായിട്ട് വന്നേക്കുന്നത് തേങ്ങയില്ല. ഞങ്ങൾ നാളെ 9 സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിഡിലൻ സമ്മാനം അങ്ങ് തരാൻ പോവാ. ചക്കര ഒരു 2 വരി പാട്ട് പാടി താരണം. അപ്പൊ ഇത് പിടിച്ചോളൂ. അമ്മ ഇങ്ങോട്ട് വന്നേ, പിടിച്ചോ. താഴെ പോരുതട്ടാ. സന്തോഷായോ? ഒരുപാട് സന്തോഷായോ? കേട്ടില്ലേ? ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരുമെന്ന്. അങ്ങനെ വേണം. അങ്ങോട്ട് വരണം. അത്രയുള്ളൂ അമ്മ. നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം കിട്ടുന്ന ഇടങ്ങൾ നമ്മൾ പോണം കേട്ടോ. അതിന് പ്രായമൊന്നും ഒരു വിഷയം. ആരാ പറഞ്ഞ പ്രായമായിന്ന്? അവരൊക്കെ അങ്ങനെ പറയും. അവരൊക്കെ പറയണ പോലെയാണോ? അങ്ങോട്ട് വരണം. പൂരത്തിന് വരണം കേട്ടോ. പൂരത്തിന് വന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് പോണം. ഇതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ആളുണ്ട് അവിടെ. ആളുടെ കൈ പിടിച്ചിങ്ങോട്ട് പോരെ. അത്ര തന്നെ. അപ്പൊ പാട്ട് തുടങ്ങാം. എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കും. എന്നാലും ഒത്തിരി സന്തോഷമായോ? സന്തോഷമായി. ഹാപ്പി. അപ്പൊ ഇനി എന്നാ മലപ്പുറത്തേക്ക്? എന്നാ? നാളെ പോവും. ഉഷാറാവട്ടെ. അപ്പൊ എന്തായാലും അമ്മയുടെ പേര് പറഞ്ഞുപോയി. ശാന്താമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ ശാന്താമ്മ? എന്താ പറഞ്ഞേ? ആരും വന്നില്ലെങ്കിലും ഞാൻ വരും. അതാണ് എന്റെ കാര്യം. അപ്പോ കാന്താ ഞാനും പൂരം കാണാൻ. അപ്പോൾ എന്തായാലും പൂരം കാണാനായിട്ട് ഒരുപാട് പേര് വരും. ആരുമില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരുമെന്ന് പറയുന്ന ആ അമ്മയെ പോലെയുള്ള എത്രയോ ആളുകളുണ്ട്. അവരിലേക്കെല്ലാം ഞങ്ങൾ കടന്നു പോവുകയാണ് പൂരം സന്ധ്യയുമായി. അപ്പോൾ നമസ്കാരം. എങ്ങനെയുണ്ട്? നല്ല കാണാനൊക്കെ ഉണ്ട്.
ഇപ്പം ഞങ്ങളെ നേരം വൈകിട്ടാണ് ഇന്ന് വന്നത്. 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അത് കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടിയും കാണാൻ. പേര് ശ്രീദേവി. ഞങ്ങളുടെ വീട് കണിമംഗലം. നമ്മുടെ തൊട്ടടുത്ത്. അപ്പൊ ഇവരൊക്കെ അതിന് വേണ്ടിട്ട് കാണാൻ വേണ്ടിട്ട് പൊന്നാനി അല്ലല്ല, ഒരാള് മുല്ലശ്ശേരി, ഒരാള് അരനാട്ടുകര, അല്ല പിന്നെ ഒരാള് ഇവിടെ പുറത്തൂര് പൊന്നാനി മലപ്പുറം ജില്ല. അവിടെ നിന്ന് അവരെല്ലാം എല്ലാ കൊല്ലം ഇവര് വരും. മലപ്പുറത്തേക്ക് വരും. അവിടെ എന്തുണ്ട് അല്ലെ? അവിടെ എന്തുള്ള അല്ലേ? അവിടെ എനിക്കറിയാം പിന്നീട്. അവിടെ എന്തുള്ള എന്തൊക്കെ കേൾക്കട്ടെ. അവിടുത്തെ എന്താണ് എവിടെ ഏറ്റവും പ്രത്യേകത? കോഴിക്കോട് ഹലുവയുണ്ട്, കോഴിക്കോട് ബിരിയാണി ഉണ്ട്, പിന്നെ കോഴിക്കോട് ബീച്ച് ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. നിങ്ങളുടെ മലപ്പുറത്ത് എന്തുണ്ട്? ഞങ്ങളുടെ കുറെ പുഴയൊക്കെ ഉണ്ട്. ആ പുഴയുണ്ടോ? അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ. അഴിമുഖത്തിന്റെ അടുത്ത് പുഴയുള്ള സ്ഥിതിക്ക് ചോദിക്കുക, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര നദികളുണ്ട്? അയ്യോ അത് മലപ്പുറത്തില്ല. ഇതൊന്നും വരില്ലല്ലോ അല്ലേ? അറിയോ? അറിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു സമ്മാനം ഉണ്ട് കേട്ടാ. എത്ര ഉണ്ട്? 1 2 3 ഇവിടെ 4 പേരുള്ളൂ. അതല്ല, എന്റെ പേരെന്താ? എന്റെ പേര് റിയ. എന്താ ചെയ്യുന്നേ? ഞാൻ +1 എഴുതിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു എക്സാം. പാസ്സാവോ? പാസ്സാവും. എങ്ങനെയാണോ? അല്ലല്ല, ഞാൻ പാസ്സാവും. ഞാൻ പാസ്സാവും. പേര്? അഞ്ജൽ കൃഷ്ണ. എന്താ പേര്? എന്താ പഠിക്കണേന്ന്? 6ാം ക്ലാസ്. അനന്യ. +2 കഴിഞ്ഞു. നാളെ എന്നാണ് എഴുതിയിരിക്കണോ? എഴുതിയിരിക്കണേ. ചേച്ചി സിന്ധു. എവിടെ സ്ഥലം? എവിടെയാ? പുറത്തൂര്. അപ്പൊ പേര് പറഞ്ഞേ. എങ്ങനെയുണ്ട്? ഇത് ഫസ്റ്റ് ടൈം ആണ് വരുന്നത്? ഞാൻ ഫസ്റ്റ് ടൈം. രണ്ടാമത്തെ പ്രാവശ്യം. എങ്ങനെയുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോ കിട്ടുന്ന എക്സൈറ്റ്മെന്റ്? അടിപൊളി, വാവുമായിട്ടുണ്ട്. അവിടെ മലപ്പുറത്തെ ആളുകളൊക്കെ പറയൂ, മലപ്പുറത്തോട് പറയലുണ്ട്. എന്താ പറയണേ? നിങ്ങൾ തൃശ്ശൂര് ഒരു പൂരമുണ്ട്, എക്സിബിഷൻ ഉണ്ട്, കാണാൻ വരാനൊക്കെ പറയൂ. പറയലൊക്കെ ഉണ്ട്. ആരും വരില്ല. തിരക്കല്ലേ? തിരക്കാണ്. ചേച്ചി കാര്യമായിട്ടൊന്നും വാങ്ങിയില്ലേ പ്രാവശ്യം? ഇല്ലല്ലോ, നാളെ വരും. നാളെ വന്ന് പൊളിക്കാനുള്ളതാണ് ഇവിടെ. അപ്പൊ ഇന്നിപ്പോ നോക്കിട്ട് പോയതാണോ? നോക്കിട്ട് പലൊക്കെ നോക്കി പോയതാണ്. ഭയങ്കര ആൾക്കാർ മലപ്പുറത്തുനിന്ന് വന്നിട്ട് ആദ്യം ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ മലപ്പുറക്കാരില്ലേ ഒരു കുഴി പോയി ചാടില്ല, ആദ്യം എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള അറിഞ്ഞിട്ട് ഞങ്ങള് വന്നിട്ട് പിന്നെ മേടിക്കുള്ളൂ. അങ്ങനെയാണ് ഞങ്ങള്. മലപ്പുറത്തിന്റെ ഒരു ഗുണം പറഞ്ഞു വെറുതെ ഞാൻ ചോദിച്ചാ എന്തെങ്കിലും ഗുണമുണ്ടോന്ന് ചോദിച്ചു. ഒരു ഗുണം പറഞ്ഞു. നീ രണ്ടാമത് ഗുണം എന്താണോ? ഞാൻ പിന്നെ തിന്നാ കഴിച്ചിട്ടൊന്നും കാണാനില്ലല്ലോ, ശരീരത്തിലില്ലല്ലോ. അത് വേണ്ടല്ലോ, മസിലാണ്. ചേച്ചി എങ്ങനെയുണ്ട്? പൂരത്തിനൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്. എല്ലാ പ്രാവശ്യം വരാറുണ്ട്. ഈ നാട്ടിൽ തന്നെയാ? കല്യാണം കഴിച്ചുകൊണ്ടേത്. എവിടെ കല്യാണം കഴിച്ചിട്ട് പോയി? ഓ ശരി. എന്തായാലും ചെക്കനെ ഒരു പാട്ട് പാടി തന്നെ. എനിക്ക് പാടാൻ അറിയാം. മലപ്പുറംകാരാണ് നല്ല പാട്ട് പാടല്ലോ. മലപ്പുറം പാട്. എന്തായാലും നോക്കൂ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയോ? എനിക്ക് പാടാൻ നിൽക്കില്ല. എന്നാ ശരി, ഇങ്ങോട്ട് പോരെ. പാടില്ലേ വേണ്ട, ഓടി പാടിരുന്നാ മതി. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയോ? പറയൂ. ഞാൻ ചോദിച്ചോളൂ, കേരളത്തില് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര നദികളുണ്ട്? അതെനിക്ക് പഠിപ്പിച്ചിട്ടില്ല. പരിപാടി അവസാനിപ്പിച്ച് ഞാൻ നിർത്തി. എന്നെ പറ്റില്ല, വയ്യാണ്ടായി. ഞാൻ നിർത്തി, അവസാനിപ്പിച്ചു. അതൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആര് പറഞ്ഞു? നടക്കില്ല. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് പോലീസുകാരുടെ ആളായെന്നൊന്നും കുഴപ്പമില്ല, അവര് ഓടി വന്ന് രക്ഷപ്പെടുത്തിക്കോളും. സംസാരിച്ച് സ്പീഡിൽ സംസാരിക്കുന്ന ജില്ല ഏതാണെന്നറിയാമോ? ഭാഷ, ഈ സംസാര ഭാഷയില് ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. ആ തൃശ്ശൂർക്കാരുടെ ഒപ്പം നിങ്ങൾ സംസാരിച്ചു വരുന്ന ഞങ്ങൾ പൊന്നാനിക്കാരെ പറ്റി അറിയില്ല. പൊന്നാനിക്കാരെ എന്താ പറയണത്? പൊന്നാനി ആണോ? എന്തായാലും ഒത്തിരി സന്തോഷം മുത്തേ, ഞങ്ങൾ പറയണത് അല്ലേ? എന്തായാലും മുത്തേ ഒത്തിരി സന്തോഷം. നിങ്ങളെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചുല്ലോ. ഇതുപോലെയൊക്കെ തന്നെ ഉള്ളതാണ് നമ്മുടെ വൈബ്. പ്രത്യേകിച്ച് നമ്മളൊരു പരിചയം അല്ലേ, സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി നമ്മൾ മറക്കില്ല. ഇപ്പൊ നമ്മള് പൊന്നാനി കൂടെ ഞാനിങ്ങനെ ബസ്സിന് പോയാലും പറയാ ഇതാ മറ്റേ ആളല്ലേ. എന്തായാലും ഒത്തിരി സന്തോഷം ചക്കരെ, എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. ചോദ്യം ചോദിക്കുന്നു, ആർക്കും ഉത്തരം അറിയില്ല. ഉറപ്പാണോ? ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സമ്മാനമുണ്ട്. അത് ഞാൻ തരുമ്പോഴല്ലേ അറിയുള്ളൂ. ഞാൻ ഒന്നോടെ ചോദിക്കുന്നു, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന അല്ല 5 അല്ല 6 7 8
അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. നേരെ അങ്ങോട്ട് നടന്നോളൂ. എന്തായാലും മനോഹരമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് കടന്നു. നമസ്കാരം ചേച്ചി, എവിടെ നിന്ന് വരണേ? എവിടെ നിന്നാ വരണേ? കുരിയച്ചിറ. എങ്ങനെയുണ്ട് എക്സിബിഷൻ? സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ട്. ആരൊക്കെ കൂടെ വന്നിരിക്കണേ? കൂടെ മക്കള് 2 പേര്. അവരൊക്കെ ഓടിപ്പോയോ? ഇത് വന്നേ ചോദിക്കട്ടെ, കാര്യമായിട്ട് വാങ്ങിയോ? വലിയ കാര്യമായിട്ട് വാങ്ങിയില്ല. എന്താ പേര്? ജിൻസി. പേരെന്താ? എങ്ങനെയുണ്ട് എക്സിബിഷൻ? എല്ലാ വർഷം വരാറുണ്ട്. ഈ പ്രാവശ്യം സ്വാഭാവികമായിട്ട് ഒരു പ്രാവശ്യമാണ് അത് ഇങ്ങനെ നിരന്തരമായിട്ട് വരാറുണ്ട്? 2-3 പ്രാവശ്യമൊക്കെ വരാറുണ്ട്? ഇല്ല ഒറ്റ തവണ. ഇത് അവസാനിപ്പിച്ചോ? ഇല്ല ഇനി ഒരു പ്രാവശ്യം വരും. വരണമെന്നുണ്ട്. വാങ്ങിക്കൂട്ടി നന്നായിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങിക്കൂട്ടി? മുറുക്കണത് അങ്ങോട്ട് മുറുക്കണത് ഒരെണ്ണം മേടിച്ചു, ചോപ്പർ ഒരെണ്ണം മേടിച്ചു, വീട്ടിൽ പോട്ടെ പിന്നെ കുട്ടികളെ കളിപ്പിക്കാനായിട്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് വൈബ്, ഇതൊക്കെയാണ് രസം കേട്ടോ. ഒത്തിരി സന്തോഷം. പേര് വിട്ടു? അൽഫോൺസ്. ജിൻസി. അപ്പോൾ ജിൻസിയും അൽഫോൺസ് ചേച്ചിനും വന്നത് അവിടെ കുറച്ച് പേരുന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഈ ഒരു സ്പോട്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കേരള പോലീസിൻ്റെ മുൻഭാഗത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു മാലാഖയെ പോലെ നിൽക്കുന്ന. അവിടെ കയറിയേ നോക്കട്ടെ, മാലാഖയാണോ നോക്കട്ടെ. ആ മാലാഖ തന്നെയാ അല്ലേ? മാലാഖയുടെ പേരെന്താ? അവനിക. എവിടെന്നാ പറഞ്ഞേ? വട്ടമ്പാടം. അതെവിടെ സ്ഥലം? അത് വടക്കേക്കാട്. അപ്പൊ ഇവിടെ എല്ലാം ചോദിക്കാം, ഓരോരുത്തരോട് ചോദിക്കാം. എന്താ പേര്? വിസ്മയ. ഒരുമിച്ചല്ലേ എല്ലാവരും? പേര്? സിന്ധു. അവന്തിക. എങ്ങനെയുണ്ട് എക്സിബിഷൻ? എങ്ങനെയുണ്ട്? നന്നായിട്ട്. എപ്പോ കയറിയതിൻ്റെ ഉള്ളിൽ? 5 മണിയാകുമ്പോൾ 5 മണി എത്തി. ഒന്ന് ഓടിപ്പോന്നുള്ളൂ. കുട്ടികളായാലും കളിക്കാനായാലും കയറിയൊന്നുമില്ലേ? കയറി. അത്യാവശ്യം പർച്ചേസ് ഒക്കെ ചെയ്തോ? നിങ്ങളുടെ ആരെങ്കിലാണോ? എന്താ പേര്? എൻ്റെ പേര് രാംകുമാർ. ഈ പ്രായത്തിലുണ്ട് ഇങ്ങനെ കുസൃതി ഇവിടെ വന്നിട്ട് ഇരിക്കാൻ ഫോട്ടോ എടുക്കാനല്ലേ? അതുകൊണ്ടല്ലോ ഞാൻ അങ്ങനെ കുസൃതിയുള്ള ഒരാളുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. പറഞ്ഞോ? തിരുവില്ലാമല VK-ന്റെ നാട്ടിൽ നിന്നാണ്. അതെ. അപ്പൊ പിന്നെ കുസൃതി ആവാണ്ടിരിക്കില്ലല്ലോ. എങ്ങനെയുണ്ട്? എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. ഞാൻ കുറച്ച് സാഹിത്യപരമായിട്ട് കുറച്ചൊക്കെ വാസനയുള്ള ഒരാളാണ്. അതുകൊണ്ട് ഒത്തിരി അസ്തിത്വം ഉണ്ട്. ഒത്തിരി സന്തോഷം. നമ്മുടെ സമയം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എഴുതുക, വായിക്കുക, അങ്ങനെ അതിലൂടെ നമ്മുടെ അറിവ് സമ്പാദിക്കുക. ഇത് മറ്റുള്ളവരുടെ സൗഹൃദങ്ങൾ ഇപ്പൊ നമ്മൾ തമ്മിൽ കണ്ടു, ആരും കട്ടുകൊണ്ടുപോകാത്ത അത്രേ ഉള്ളൂ. ഒരാൾക്കും കൊടുക്കുകയും വേണ്ട, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാട്ടോ. ആരും കട്ടുകൊണ്ട് പോവില്ല. പേര് വിട്ടുപോയി? രാംകുമാർ. എന്തായാലും ഒത്തിരി സന്തോഷം. എൻജോയ് ചെയ്യാം. പൂരം സന്ധ്യയിൽ മനോഹരമായ നിമിഷത്തിൽ ഇങ്ങനെ ധാരാളം പേരൊക്കെ ആയിട്ട് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമസ്കാരമുണ്ട്. എവിടെ നിന്ന് വരണേ? മെഡിക്കൽ കോളേജ്. ഈ തൃശ്ശൂരാണോ നിങ്ങൾ? അല്ല, കോട്ടയംകാരാണ്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എവിടെ സ്ഥലം? എവിടെ? കോട്ടയം. ആലപ്പുഴ. അവിടെ തൃശ്ശൂര് എത്ര നാളായി ഞങ്ങൾ വന്നിട്ട്? 9 months. സെയിം. എങ്ങനെയുണ്ട് തൃശ്ശൂര്? തൃശ്ശൂര് പൊളിയല്ലേ? സന്തോഷമായി. കോട്ടയം വേറെ വൈബാണ് കേട്ടോ. അക്ഷരനഗരി. ആ അക്ഷരനഗരിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ നേഴ്സുമാരും ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റുഡൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. റബ്ബറിന്റെ സ്വന്തം നാടാണ് അല്ലേ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കോട്ടയം വേറൊരു വൈബാണ്. കോട്ടയത്ത് എവിടെയാ? ചെങ്ങളം. കുമരകം. നമ്മുടെ ബോട്ട് യാത്ര. പേര്? മീനുക്കുട്ടി. അടിപൊളി പേരാണോ? ഹോട്ടലെ മോഹൻലാലിന്റെ മീനുക്കുട്ടിയാണോ? എന്താ പേര്? സുബീന. പേര്? കൃപ. നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ജോലി? പഠനമല്ലേ? വർക്ക് ചെയ്യാണ്. അപ്പൊ ചെറിയ ആൾക്കാരല്ലോ, വലിയ ആൾക്കാരാണ്. ഞങ്ങളുടെ പൂരം ഈ പ്രാവശ്യം കാണാൻ വരുമോ? ഞങ്ങള് മാക്സിമം ട്രൈ ചെയ്യണം. ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് മറ്റുള്ള ഏത് ലോകരാജ്യത്തും പോയാലും ഇതുപോലൊരു വൈബ് കിട്ടുന്ന സ്ഥലമില്ല. നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് തൃശ്ശൂർ പൂരം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. മാക്സിമം ട്രൈ ചെയ്യാം. ഇന്നിപ്പോ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ കിട്ടുന്ന വൈബ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞാൽ വേറെ ലെവലാവും. അപ്പൊ പൂരത്തിന് കൊടിയൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ സ്വരാജ് റൗണ്ടിലൂടെ ഒന്ന് റൗണ്ട് അടിക്കുക. അതിനുശേഷം പൂരത്തിന് കടന്നു വരിക, കുടമാറ്റം കാണുക, ഇലഞ്ഞിത്രമേളം കാണുക, ആസ്വദിക്കുക, സാമ്പിൾ പിടിക്കിട്ട് കാണുക. വേറെ ലെവലാണ് മീനുക്കുട്ടി. ഇതൊന്നുമല്ല അല്ലേ? മീനുക്കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. എന്തായാലും ഒത്തിരി സന്തോഷം. പാട്ട് പാടാൻ ആർക്കെങ്കിലും അറിയാമോ? രണ്ടുപേര് എന്നാ അവിടെ നിൽക്കുക. ഒരു ചോദ്യം ചോദിക്കട്ടെ. മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലേ? കുഴപ്പമില്ല. രണ്ടുപേരും പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. കിട്ടുന്ന അവസരങ്ങൾ കളയരുത്. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ലൈഫിലും വലിയവര്. രണ്ടുപേരും പഠിക്കും. ഏതാന്ന് ആലോചിച്ചോട്ടോ. എന്റെ ചോദ്യം ഇവിടെ ചോദിക്കാം. പാടിയോ? അറിയുന്ന രണ്ടുപേരെയൊക്കെ പാടിയോന്നേ. മീനുക്കുട്ടിക്ക് വിഷമവും പറഞ്ഞു. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ
എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. ഇതാണ് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഓടിപ്പോയത്. എന്ത് സാധനം അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിച്ചോക്ക്, ഞാൻ കുറയ്ക്കണ്ട. എന്തായാലും കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര നദികളുണ്ട്? കുറച്ച് ഞാൻ വീക്കാണ്, എന്നാലും സാറിയില്ല. ക്ലൂ കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല എനിക്ക്, അതാണ്. ഇല്ല, 2 നമ്പറാ. ടോട്ടൽ എത്ര ഉണ്ടാവും? ടോട്ടൽ 44. അതങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. 41 ആണോ? അതെന്തോ ഒരു കണക്കുണ്ടല്ലോ. അതെ, അത് വളരെ ശരിയാണ്. അത് വളരെ ശരിയാണ്. അത് വളരെ ശരിയാണ്. അത് കറക്റ്റ് ആണ്. അത് ശരിയാണ്. അത് ശരിയാണ്. എന്താലേ നമ്മൾ വിചാരിക്കുന്ന ലെവലല്ലാട്ടോ മീനുകുട്ടി. കബനി പാമ്പാറോ അങ്ങനെ 3 നദികള് ഒന്നും പറയണ്ട, ഉത്തരം ശരിയാണ്. അപ്പോ മനോഹരമായൊരു സമ്മാനം ഞങ്ങൾ തരികയാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിഡിലൻ സമ്മാനം അങ്ങനെ കോട്ടയത്തെ ചൈമത്തിയമാര് കൊണ്ടുപോവാണ്. സന്തോഷമായി, ഞങ്ങളുടെ തൃശ്ശൂർ സന്തോഷമായില്ലേ? അപ്പൊ എന്തായാലും വീണ്ടും പൂരത്തിന്റെ മനോഹരമായ നിമിഷങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആസ്വദിക്കേണ്ട ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ്. വരിക, ആസ്വദിക്കുക. ഓക്കെ, അപ്പൊ കാണാം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് തൽക്കാലം വിട നൽകുകയാണ്. പൂരം സന്ധ്യ നമ്മൾ യാത്ര ഇന്ന് ആരംഭിച്ചു. ഇനിയുള്ള 10 ദിനങ്ങൾ നമ്മൾ പൂരം സന്ധ്യയുമായി 6 മണി മുതൽ 7 മണി വരെയും TCVയിൽ നമ്മൾ വരികയാണ്. പൂരത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ, പൂരത്തിൻ്റെ മനോഹരമായ സ്പന്ദനങ്ങൾ, വിശേഷങ്ങൾ എല്ലാം ഞങ്ങൾ പകർത്തുകയാണ്. അപ്പോൾ ഇതിലൊക്കെ കടന്നു പോകുമ്പോൾ എന്നെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ കണ്ടില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്ന് നീട്ടി വിളിച്ചേക്കാം, ജോബിയേട്ടാ ഒന്ന് തിരിച്ചു വിളിച്ചേക്കാം. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും, ഓടി വരും, മൈക്കുമായി വരും, വിശേഷങ്ങൾ പറയും. അപ്പോൾ ചെറിയ ചെറിയ കുസൃതി ചോദ്യമൊക്കെ ചോദിക്കും. ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ നല്ല കിടിലൻ സമ്മാനമൊക്കെ ആയിട്ട് പോകാം. അതിനേക്കാൾ ഉപരി സൗഹൃദങ്ങൾ പുതുക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇതൊക്കെ തന്നെയാണ് പൂരം കൂടുമ്പോൾ ഏറ്റവും മനോഹരമായ, ഏറ്റവും സന്തോഷകരമായ രാവുകൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. പൂരം വേറൊരു വൈബായി തീരട്ടെ. അപ്പോൾ നാളെ കാണാം, ഇതേ സമയം ഇതേ നേരം. പൂരം സന്ധ്യ.